പെട്ടെന്ന് തന്നെ മെഷീൻ തീർക്കണം. അയ്യോ പിങ്കുകാർ കൊന്നേ ഞങ്ങളെ. അയ്യോ ബിഗ് സ്മോക്കും ചത്ത്. ഇനി ആദ്യം തൊട്ട് തുടങ്ങണം എല്ലാം കൂടെ. ഓ തേങ്ങ, ഈ മെഷീൻ തീരാറായപ്പോൾ തന്നെ ആ കാലമാടന്മാർ വന്ന്. എന്തൊരു പാടായി മെഷീൻ. കറക്റ്റ് തീർക്കാറായപ്പോൾ തന്നെ ആ കാലമാടന്മാർ വന്ന്. പിങ്കുകാർ നിന്നെയൊക്കെ കൊല്ലോടെ. ഞാനിപ്പോൾ അടുത്ത് കയറാൻ പോയെ. അമ്മ കൊല്ലു കൊല്ലു കൊല്ലു. പിങ്കുകാർ കൊല്ലു 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 കൊല്ലു. അയ്യോ, ഒന്നാമത്തെ മിഷനിൽ തന്നെ സീജ് ചത്തുപോയല്ലോ. ഇനി ആദ്യം തൊട്ട് തുടങ്ങണം. ഏ മെഷീൻ ജയിച്ചു ജയിച്ചു ജയ്. അയ്യോ ഫോണാണെങ്കിൽ എന്നെ വലിക്കുന്ന പോലെ തോന്നുന്നു. അയ്യോ ചേട്ടാ, ഫോൺ എന്നെ വലിക്കുന്ന പോലെ തോന്നുന്നു അകത്തോട്ട്. അയ്യോ ചേട്ടാ, നമ്മൾ എവിടെയാണ് ഇപ്പോ പെട്ടിരിക്കുന്നേ? എടി മിന്നു, നിനക്ക് ഇത് ഏത് സ്ഥലമാണെന്ന് അറിയാവോ? എനിക്കറിയത്തില്ല ചേട്ടാ. എടി മിന്നു, നമ്മുടെ GTA San Andreas ഗെയിമില്ല എൻ്റെ അകത്തെ ഗ്രൂ സ്ട്രീറ്റ് ഇല്ലേ, സീജയുടെ വീട്, അത് നമ്മളിപ്പോ അവിടെ നമ്മൾ എത്തിക്കുന്നത്. അപ്പൊ നമ്മള് അതിന്റെ അടുത്ത് നമ്മള് ഗെയിമിന്റെ അകത്താണ്. അയ്യോ ചേട്ടാ, നമ്മൾ ഇനി എന്ത് ചെയ്യും? ചേട്ടാ പോരെ സീജെ. ഹായ് സീജയോ? ഗെയിമിലാണെങ്കിൽ കുട്ടികളൊന്നും ഇല്ലാത്തതാണല്ലോ. ഇത് എവിടുന്ന് വന്ന് രണ്ട് കുട്ടികള്? അല്ല കുട്ടികളെ, നിങ്ങൾ എവിടുന്ന് വന്നാ? ഹലോ സീജ ചേട്ടാ. നിങ്ങൾക്ക് എന്റെ പേരില്ല അറിയാവോ? അതെ സീജ ചേട്ടാ, ഞങ്ങളാണെങ്കിൽ ഗെയിം കളിച്ചോണ്ടിരിക്കുകയായിരുന്നു GTA San Andreas. അല്ല, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ഞങ്ങൾ രണ്ടുപേരാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഇരുന്നാണെങ്കിൽ സോഫ സെറ്റിക്കകത്താണെങ്കിൽ ഇരുന്ന് ഗെയിം കളിക്കുമായിരുന്നു ഞാനും മിന്നും. എൻ്റെ അനിയത്തിയുടെ പേരാണ് മിന്നു, എൻ്റെ പേരാണ് മണിക്കൂട്ടൻ. ഞങ്ങൾ രണ്ടുപേരും GTA San Andreas കളിക്കുമായിരുന്നു. അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങളുടെ ഫോണാണെങ്കിൽ ഉള്ളിലോട്ട് വലിക്കുന്നു ഞങ്ങൾ രണ്ടുപേരെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയത് ഞങ്ങൾക്ക് അറിയത്തില്ല. എങ്ങനെ എത്തിയെന്ന് എങ്ങനെയാന്ന് അറിയത്തില്ല. ഫോണൊക്കെ ഞങ്ങളെ വലിച്ചെടുത്ത് എങ്ങനെയാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതാരടാ? ബിഗ് സ്മോക്ക് ചേട്ടാ, ഇതാണെങ്കിൽ രണ്ട് കുട്ടികളാണ്. ഇവരാണ് ഇവരുടെ വീട്ടിൽ ഇരുന്ന് സോഫ സെറ്റ് ഇരുന്ന് നമ്മുടെ GTA San Andreas കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പോഴാണെങ്കിൽ ഇവരുടെ ഫോണിൽ നിന്നാണെങ്കിൽ അവർ ഉള്ളിലോട്ട് വലിച്ചെന്ന്. ഇവരുടെ ഫോണ് ഇവരെ അങ്ങ് ഉള്ളിലോട്ട് വലിച്ചു കയറ്റി. അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ വന്നേ. കുട്ടികളെ, നിങ്ങളാണെങ്കിൽ കുറച്ച് മിഷനൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങളെ ഞാൻ എങ്ങനെയും ഒന്ന് രക്ഷപ്പെടുത്താം. എനിക്കാണെങ്കിൽ ഒരു വഴിയായിരിക്കും രക്ഷപ്പെടുത്തുക. നിങ്ങളാണെങ്കിൽ രണ്ട് മൂന്ന് മിഷനൊക്കെ ഉണ്ട്. നിങ്ങളത് ചെയ്ത് തീർക്കുവാണെങ്കിൽ നിങ്ങളെ ഞാൻ ഉറപ്പായിട്ട് രക്ഷിക്കുന്നതാണ്. ഞങ്ങളുടെ ഈ സ്ഥലത്തുനിന്ന് നിങ്ങളെ വിടാം. കുട്ടികളെ സൂക്ഷിക്കണം. പിങ്ക് കളറുകാരുണ്ട്, നിങ്ങളെ വെടിവെച്ച് കൊല്ലാൻ നോക്കണം. ഞാനാണെങ്കിൽ ഒരു മെഷീൻ ഗണ്ണും ഒരു പിസ്റ്റലും പിന്നെ ഒരു എയർ ഗണ്ണോട് തരാം. സീജെ, ഞാൻ പറഞ്ഞ ഗണ്ണൊക്കെ ഇവർക്ക് കൊടുക്കും. ശരി, ഞാൻ കൊടുക്കാം. ഇന്നാ ഗൺസ്. അല്ല, എന്താ മെഷീന് ഞങ്ങൾ ചെയ്യണ്ടേ? ഫസ്റ്റ് മെഷീൻ നിങ്ങളാണെങ്കിൽ ഈ കാണുന്ന തെങ്ങൊക്കെ ഇല്ലേ, ഇതിൻ്റെ അകത്തുനിന്ന് 2-3 തേങ്ങ എടുത്തിടണം. അതാ മെഷീൻ ഫസ്റ്റ്. 5 മെഷീനുണ്ട്. അല്ല, തോക്കും കാര്യങ്ങളെല്ലാം തന്നില്ലേ, വെടി വെച്ചിട്ടാ പോരെ? അത് പറ്റത്തില്ല. എന്നാ ഞാൻ വലിഞ്ഞു കയറിക്കോളാം. ഓ ബിഗ് സ്മോക്ക് ചേട്ടാ, മാറി എന്നോ തലയൊന്ന് തേങ്ങ വീഴും. സീജി ചേട്ടാ, ഞാനാണെങ്കിൽ ഒരു മെഷീൻ കഴിഞ്ഞ് ഇനി അടുത്ത മെഷീൻ പറ. നിങ്ങൾ കൊച്ചു കുട്ടികളായതുകൊണ്ട് 3 മെഷീൻ തരാം നിങ്ങൾക്ക്. 2 മെഷീൻ ഒഴിവാക്കുവാണ്. രണ്ടാമത്തെ മെഷീൻ ചെയ്യേണ്ടത് എന്തോന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞാനൊരു സ്പ്രേ പെയിന്റ് തരാവേ. അതാണ് നിങ്ങൾ അവിടെ ഒരു മതിലുണ്ട്, അവിടെ ആണെങ്കിൽ നല്ലൊരു പടം വരയ്ക്കണം. നിങ്ങൾ ഒരു സ്മൈലിയുടെ ഒരാൾ ചിരിച്ചോണ്ടിരിക്കുന്ന മുഖം പോലെ നിങ്ങൾക്ക് അറിയുന്ന പോലെയൊക്കെ വരച്ചാൽ മതി. അവിടെ ആണെങ്കിൽ ഒരാൾ ഞങ്ങളോട് പറഞ്ഞത് നല്ലൊരു സ്പ്രേ പെയിന്റ് അടിക്കണമെന്ന്. ഞങ്ങൾക്കാണെങ്കിൽ അതൊന്നും അടിക്കാൻ അറിയത്തില്ല. നിങ്ങളൊന്നേ അടിച്ചു തരാവും. ഇതൊക്കെ ഈസി പരിപാടിയല്ലേ. ഞാൻ പടം വരപ്പിന് 1ാം സ്ഥാനം കിട്ടി എനിക്ക്. എന്തേ സ്പ്രേ പെയിന്റ് എന്തേ? എന്നാ നീ പോയി സ്പ്രേ പെയിന്റ് അടിച്ചോ. സീജു ചേട്ടാ ഇങ്ങോട്ട് വാ. ഞാനാണെങ്കിലേ പടം വരച്ചിട്ടുണ്ട്. പടം വരച്ചാലേ സ്പ്രേ പെയിന്റ് ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. വാ. എന്തൊരു രസമായത്. സീജു ചേട്ടാ, ഞങ്ങളുടെ അടുത്ത മെഷീൻ താ. അടുത്ത മെഷീൻ കണ്ണ് പൊത്തുകളി. നിങ്ങളാണെങ്കിലേ ഞാനാണെങ്കിൽ കണ്ണ് തുണിയിട്ട് കെട്ടി വെച്ചേക്കും. നിങ്ങളാണെങ്കിൽ 5 മിനിറ്റോളം ഞാൻ നിങ്ങളെ തൊടാൻ പറ്റാതെ നടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം. മെഷീൻ ജയിച്ചു. അതായത് നിങ്ങൾ മെഷീൻ തോറ്റാൽ നിങ്ങൾക്ക് പിന്നെ ഇവിടുന്ന് തന്നെ നിൽക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു 10 മെഷീനെങ്കിലും കളിക്കണം. ഞാൻ കണ്ണ് കെട്ടിട്ടുണ്ടേ. ഇവര് അവിടുന്ന് സൗണ്ട് ഉണ്ടാക്കാനുള്ള എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. 5 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളുടെ മെഷീൻ സക്സസ്. നിങ്ങളുടെ 3 മെഷീനും കംപ്ലീറ്റ് ആയി. നിങ്ങളെ ആണെങ്കിൽ ഇനി നിങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചു പോകും. 10 സെക്കൻഡ് ഞാൻ എണ്ണു. അപ്പോഴത്തേക്കും നിങ്ങൾ ഇവിടുന്ന് മാഞ്ഞു പോയി നിങ്ങളുടെ വീട്ടിൽ എത്തും. 1 2 3 4 5 6 7 8 9 10. മക്കളെ, നിങ്ങൾ എവിടെ പോയി കിടക്കുവായിരുന്നു? എത്ര നേരമായി അമ്മ നിങ്ങളെ അന്വേഷിക്കുന്നത്?
അത് പിന്നെ അമ്മ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. അമ്മ ഞങ്ങൾ രണ്ടുപേരാണെങ്കിൽ ഇവിടെ ഇരുന്ന് GTA San Andreas കളിക്കുമായിരുന്നേ. എൻ്റെ S23 ഫോണും പിന്നെ മിന്നുവിൻ്റെ A23 ഫോണുമേ ഞങ്ങളെ രണ്ടുപേരെ ഉള്ളിലോട്ട് വലിച്ചെടുത്ത്. അങ്ങനെ ഞങ്ങളാണെങ്കിൽ GTA San Andreasന്റെ അകത്ത് എത്തി. അങ്ങനെ അമ്മയ്ക്ക് ഗ്രൂ സ്ട്രീറ്റിനെ കുറിച്ച് അറിയാലോ? അറിയാം, GTA San Andreasന്റെ അടുത്ത് ഞാനും കുറച്ച് കളിച്ചിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ അങ്ങനെ ഗ്രൂ സ്ട്രീറ്റ് പ്രത്യക്ഷപ്പെട്ട് അപ്പോഴാണ് സീജ ഇറങ്ങി വന്ന് ഞങ്ങൾക്കാണെങ്കിൽ 5 മെഷീൻ തന്നു. എന്നാൽ മിഷനെ കുറിച്ച് അമ്മയെ അറിയാലോ? എനിക്കറിയാം മിഷനെ കുറിച്ച്. അങ്ങനെ ഞങ്ങൾക്ക് 5 മെഷീൻ തന്നേ. ഞങ്ങളോട് പറഞ്ഞ 3 മെഷീൻ നിങ്ങൾ ചെയ്താൽ മതി, 2 മെഷീൻ കുറച്ച് തരുവാണ്. നിങ്ങൾ കൊച്ചു കുട്ടികളായതുകൊണ്ട് ഫസ്റ്റ് മെഷീൻ തെങ്ങ കയറി തേങ്ങ ഇടണം, രണ്ടാമത്തെ മെഷീൻ ഭിത്തിയിലാണെങ്കിൽ പെയിന്റ് അടിക്കണം. ഞാൻ നല്ലപോലെ പെയിൻ്റൊക്കെ അടിക്കത്തില്ലേ, പടം വരയ്ക്കാനൊക്കെ 1ാം സ്ഥാനത്തിലല്ലേ സ്കൂളിൽ, അതുകൊണ്ട് ഞാൻ നല്ല പെയിന്റ് അടിച്ചു. പിന്നെ രണ്ടാമത്തെ കളി സീജ ചേട്ടനാണെങ്കിൽ ഒളിച്ച പാത്ത സോറി അമ്മേ, കണ്ണ് പൊത്തി കളിയില്ലേ. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞു സീജ ഞങ്ങളെ രണ്ടുപേരും തൊട്ടില്ല. അങ്ങനെ ബിഗ് സ്മോക്ക് അണ്ണനാണ് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറ്റിയത്. സത്യമാണോ മക്കളെ പറയുന്നേ? അതെ അമ്മേ, സത്യം എന്ന് പറഞ്ഞാൽ വളരെ സത്യം. മക്കളെ നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ. ഞങ്ങൾക്കൊന്നും പറ്റില്ല അമ്മേ.